ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ടോപ്പിക് എന്നുള്ളത്. യെസ്, നരിവേട്ട, നമ്മുടെ ടോവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നരിവേട്ടനെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് ആ മൂവിന്റെ റിവ്യൂവിനെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് പറയാനുള്ളത്. നരിവേട്ട, ഡയറക്ടർ അനുരാജ് മനോഹർ ആൻഡ് റൈറ്റർ എബിൻ ജോസഫ്, സ്റ്റാറിൻ ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം ആൻഡ് ചേരൻ. അങ്ങനെ നല്ലൊരു കാസ്റ്റിംഗ് ഉള്ള ഒരു പടം നരിവേട്ട. ആൻഡ് ഞാൻ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് എൻ്റെ ഒപ്പീനിയൻ, ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. ഞാൻ ആ പടം കണ്ടിട്ടില്ല. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് കണ്ടായിരുന്നു, ഞാൻ ആ പടം കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂവി എന്ന് പറയുന്നത് എൻ്റെ ഒരു ടേസ്റ്റിലുള്ള മൂവി അല്ല. സോ ഞാനൊരു നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഒരു മൂവി കാണേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പൈസ മുടക്കിയിട്ടാണ് പടം കാണുന്നത്. സോ അപ്പോൾ ഞാൻ ആ ഫിലിം കണ്ടിട്ടില്ല. എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സിനിമ കാണുക അല്ലെങ്കിൽ കാണണ്ട എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. കുറേ പേര് നെഗറ്റീവ് കമൻസ് ഇടും, കുറേ പേര് അടിപൊളി ഗംഭീര പടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വർക്കാവില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോണറിലുള്ള പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണാതിരിക്കുക. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ പൈസ അത് മുടക്കിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ടിക്കറ്റ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത പടമാണെന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക. ഞാൻ ഈ തമ്പനയിൽ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പോസിറ്റീവ്ലി നമ്മളൊരു കാര്യം പറയുന്നതിനെക്കാട്ടിലും കുറച്ച് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരിലേക്ക് റീച്ച് എത്തുന്നതിനായിട്ട് നല്ല യൂസ്ഫുൾ ആണ്. ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പോസിറ്റീവിനെക്കാട്ടിലും നെഗറ്റീവ്ലി ആണ് ഇപ്പോൾ കുറച്ച് റീച്ച് വരുന്നത്. സോ ഞാൻ ഇങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ ചിലരെങ്കിലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ആയിരിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇട്ട തമ്പനയിലെ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന മെസ്സേജ് വാസ് പോസിറ്റീവ് മെസ്സേജ് പോസിറ്റീവ് ആണ്. സോ ആ രീതിയിൽ തന്നെ എല്ലാവരും ഇതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും പണ്ടും സിനിമകൾ കാണാൻ പോയിരുന്നു. അപ്പോൾ എനിക്കറിയാം ഈ ഒരു ജോണർ എനിക്കിഷ്ടമാവില്ല, അല്ലെങ്കിൽ ഞാൻ ആരുടെ അഭിപ്രായം കേട്ടിട്ട് ഒരു പടം കാണാൻ പോവുകയോ പോവാതിരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രപരമായ സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ കാണാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഒന്നെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് മൂഡ് പടം അല്ലെങ്കിൽ ഒരു കോമഡി പടം, അങ്ങനെയൊക്കെയുള്ള ജോണേഴ്സാണ് എനിക്കിഷ്ടം. കൂടുതലും എനിക്ക് ഡിറ്റക്റ്റീവ് ടൈപ്പാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങൾക്ക് ഏത് ജോണേഴ്സ് ഓഫ് ഫിലിമാണ് കാണാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു ജോണർ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേറെ ആൾക്കാർ പറയുന്ന റിവ്യൂ കേട്ടിട്ട് പടത്തിലൊന്നും പോവാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പണ്ടൊക്കെ മൂവീസ് കാണാൻ പോകുമ്പോൾ ആരുടെ അഭിപ്രായം അറിഞ്ഞിട്ടൊന്നുമല്ല, ആരെങ്കിലും കാണാൻ വരുന്നു, പറയുന്നു, പോവാം, ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ വരി നിന്ന് ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാളുടെ റിവ്യൂ കേട്ടിട്ടല്ല പോണത്, അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഇനിയും തുടരാനായിട്ട് ശ്രമിക്കുക, വേറെ ആളുടെ റിവ്യൂ കേട്ടിട്ട് പോവാതിരിക്കുക. പിന്നെ ഞാൻ എൻ്റെ ചാനൽ, ഇപ്പോൾ നിങ്ങൾക്കൊന്നും, അപ്പം നീ നിൻ്റെ ചാനലിൽ പറയുന്നുണ്ടല്ലോ എന്ന്, ഞാൻ എൻ്റെ ചാനലിൽ ഒരു 3 or 4 റിവ്യൂ ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 3 or 4 റിവ്യൂ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് ആ വീഡിയോൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും നടുവിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ചിലർക്ക് വർക്കാവാം ചിലർക്ക് വർക്കാവില്ല എന്നുള്ള കാര്യം. അത് തന്നെയാണ് എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്. മൂവീസ് എന്ന് പറയുന്നത് ചിലർക്ക് വർക്കാവാം ചിലർക്ക് വർക്കാവില്ല. എന്ത് തന്നെയാണെങ്കിലും 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഒരുപാട് പേരുടെ ഒരു അധ്വാനമാണ് മൂവി എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ജോണേഴ്സ് മാത്രം പോയിട്ട് കാണുക, അല്ലാത്തവർ കാണാതിരിക്കുക. കണ്ടിട്ട് വന്നിട്ട് വെറുതെ അനാവശ്യമായിട്ട് കുറ്റങ്ങൾ പറയാതിരിക്കുക. ഓക്കെ, നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.